നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള ആഡംബര ക്രൂയിസ് കപ്പലിൽ നിന്ന് 3 ജീവനക്കാരുടെ മരണത്തിന് പിന്നിൽ ഹാൻഡ് വൈറസ് അണുബാധ വ്യാപനമെന്ന സംശയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് പോലൊരു മഹാമാരി ആകില്ല അതെന്നും ജാഗ്രത മതി എന്നുമുള്ള വിശദീകരണങ്ങൾ വരികയാണ്. കപ്പലിലുണ്ടായിരുന്ന 4 പേരെ ഗുരുതരാവസ്ഥയിൽ ജോഹാൻസ്ബർഗിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ഈ ഹാൻഡ വൈറസ് വ്യാപനമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നത്. ബ്രിട്ടീഷ്, അമേരിക്കൻ, സ്പാനിഷ് യാത്രക്കാരുമായി യാത്ര ചെയ്തിരുന്ന ആഡംബര കപ്പലിൽ 7 ഹാൻഡ വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന തിങ്കളാഴ്ച വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2026 മെയ് 4 വരെ 7 ഹാൻഡ വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചതായും ഇതിൽ 3 പേർ മരിച്ചതായും ലോക ആരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ള ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നും 3 പേർ നേരിയ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. വെസ്റ്റ് ആഫ്രിക്കയുടെ തീരത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കേപ്പ് വെർഡയ്ക്കടുത്താണ് ആഡംബര ക്രൂയിസ് കപ്പൽ ഉണ്ടായിരുന്നത്. എന്താണ് ഹാൻഡ വൈറസ് എന്ന് നോക്കാം. എലികളാണ് ഹാൻഡ വൈറസ് പടർത്തുന്നത്. ഭക്ഷ്യ ധാന്യങ്ങളിലൂടെയും മറ്റ് എലികളുടെ വിസർജനത്തിൽ നിന്നും പടരുന്ന ഒരു വൈറസ് രോഗമാണ് ഈ ഹാൻഡ വൈറസ് എന്ന് പറയുന്നത്. എലികളുടെ മൂത്രം, കാഷ്ടം അല്ലെങ്കിൽ ഉമിനീർ എന്നിവയിലെ വളരെ ചെറിയ കണികകൾ വായുവുമായി കലരുകയും ഇത് ശ്വസിക്കുകയോ സ്പർശിക്കുകയോ അറിയാതെ ഭക്ഷണത്തിൽ കലരുകയോ അണുബാധയുള്ള എലികളുടെ കടിയേൽക്കുകയോ ചെയ്യുമ്പോഴാണ് രോഗം പടരുന്നത്. ശ്വാസകോശത്തെ ബാധിക്കുന്നത് വൃക്കകളെ ബാധിക്കുന്നതും എങ്ങനെ 2 തരത്തിൽ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന വൈറസുകളാണ് എന്ന് ഹാൻഡ വൈറസിൻ്റേത് പറയുന്നു. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഹാൻഡ വൈറസ് ഈ പൾമറി സിൻഡ്രോം എന്ന വിഭാഗമാണ് ഏറ്റവും അപകടകരം. ഇതിന്റെ മരണനിരക്ക് ഏകദേശം 40%. രോഗബാധയേറ്റാൽ സാധാരണയായി 1 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടരാം. സാധാരണ പനിക്ക് സമാനമായ ലക്ഷണങ്ങളോടെയാണ് ഈ രോഗം ആരംഭിക്കുക. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 2 മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ പനി, ക്ഷീണം, ശരീരവേദന, തലവേദന, ഛർദി, വയറുവേദന തുടങ്ങിയവ പ്രകടമാകും. ശക്തമായ പേശിവേദന, പ്രത്യേകിച്ച് നടുവ്, തുട, തോളുകൾ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടും. ക്രമേണ ചുമ, ശ്വാസതടസ്സം, രക്തസമ്മർദ്ദം കുറയൽ, ക്രമരഹിതമായ ഹൃദയമിടിപ്പ് എന്നിവയിലേക്കും നയിക്കും. അടിയന്തര ചികിത്സ ലഭ്യമായില്ലെങ്കിൽ മരണകാരണം ആകും. ഹാൻഡ വൈറസിന് നിലവിൽ പ്രത്യേക വാക്സിനുകളോ ചികിത്സയോ ലഭ്യമല്ല എന്നത് മരണനിരക്ക് കൂട്ടാൻ കാരണമാകും. പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വീട് ചുറ്റുപാടും വൃത്തിയാക്കി എലികൾ പെരുകാനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണ് രോഗപ്രതിരോധത്തിൽ പ്രധാനം. എലികളെ നിയന്ത്രിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, എലികൾ വരാൻ സാധ്യതയുള്ള മാളങ്ങളും വിടവുകളും തടയുക, ഭക്ഷണ സാധനങ്ങൾ എലികൾക്ക് എത്താൻ കഴിയാത്ത വിധം അടച്ചു സൂക്ഷിക്കുക, എലി വിസർജ്യം വൃത്തിയാക്കുമ്പോൾ മാസ്ക്, ഗ്ലൗസ് എന്നിവ ധരിക്കുക, ബ്ലീച്ചിങ് പൗഡറോ അണുനാശിനിയോ ഉപയോഗിച്ച പ്രദേശം വൃത്തിയാക്കുക തുടങ്ങിയവയാണ്. എന്തായാലും ഭയം വേണ്ട, ജാഗ്രത മതി.